എൻട്രൻസ് ഡോർ അത് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഗേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഒരു കോമൺ പ്രിൻസിപ്പളിനെ പറ്റി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇതെന്നാലും ഒരുപാട് പേർക്ക് സംശയമാണ്. നമുക്കിന്ന് അതിനെ കുറച്ച് സംസാരിക്കാം. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ എൻട്രൻസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ പൊസിഷനിൽ നമുക്ക് തുടങ്ങാം. ഗേറ്റ് കൊടുക്കുന്ന സമയത്ത് എവിടെ കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് തിയറീസും റൂൾസും ഇന്ന പദങ്ങൾ ഇതെല്ലാം ഉണ്ട്. കോംപ്ലിക്കേഷനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പലയിടത്തും കോൺട്രഡിക്ടറി ആയിട്ടുള്ള പൊസിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലരും കൺഫ്യൂസ്ഡാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഗേറ്റ് വയ്ക്കും, എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ അതിൽ വയ്ക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പം ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിമ്പിൾ റൂള് ഞാൻ പറഞ്ഞുതരാം. അതായത് നേരത്തെ വസിഷ്ഠൻ റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കന്നിമൂല ഭാഗത്തേക്ക് നീങ്ങാത്ത രീതിയിൽ ഓപ്പണിങ്സിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ തെക്ക് ദർശനമുള്ളൊരു വീടാണെന്ന് വെച്ചോളൂ. തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് ഓപ്പണിംഗ് വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ തെക്ക് ദർശനത്തിലൊരു പ്ലോട്ടാണെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നീങ്ങാത്ത രീതിയിൽ, കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന രീതിയിൽ അതിനെ നമ്മൾ ഗേറ്റിൻ്റെ പൊസിഷൻ കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ഈസ്റ്റ് ദർശനമാണ് വരികയാണെങ്കിൽ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും വരുമ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് തുറക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഈ സൗത്ത് വെസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടും നോർത്ത് ഈസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലും എപ്പോഴും ഓപ്പണിങ്സിൻ്റെ പൊസിഷനെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇനി നമ്മൾ വെസ്റ്റ് ഡയറക്ഷനാണ് വരുന്നതെന്ന് വെച്ചോളൂ. വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു വശത്ത് നമുക്ക് തെക്ക് പടിഞ്ഞാറേ ഭാഗം വരും, ഒരു വശത്ത് നമുക്ക് വടക്ക് പടിഞ്ഞാറേ ഭാഗം വരും. വടക്ക് പടിഞ്ഞാറേ ഭാഗം വരുന്ന ഭാഗം നമ്മൾ എടുക്കുക. അപ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്കുള്ള നമ്മൾ ഒഴിവാക്കുക. ഇത് തന്നെയാണ് നമ്മൾ പടിഞ്ഞാറായി, കിഴക്കായി, തെക്കായി, വടക്ക് ദർശനത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്. വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും നല്ല ഓപ്ഷൻസ് ആണെങ്കിലും ഏറ്റവും നല്ല ഓപ്ഷൻ എവിടെയാണ്? വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നമുക്ക് നീങ്ങുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് ഈ മേജർ ഡയറക്ഷനിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എപ്പോഴും വാതിലിന് നോർത്ത് ഈസ്റ്റാണ്, ഓപ്പണിങ്സിന് നോർത്ത് ഈസ്റ്റാണ്. വടക്ക് കിഴക്ക് ഭാഗം തുറന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കണ്ടീഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഒഴിവാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കന്നിമൂലയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഡോറിൻ്റെയും വിൻഡോയുടെയും ഡോറിൻ്റെയും ഗേറ്റിൻ്റെയൊക്കെ പൊസിഷൻ നമ്മൾ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഈ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചത്, ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് ആലോചിക്കാൻ നിൽക്കേണ്ടത്. കാര്യം നമുക്കിപ്പോൾ പദങ്ങൾ തിരിച്ചൊക്കെ ചെയ്യാമെന്ന് ഇപ്പോഴത്തെ പുതിയ ആർക്കിടെക്ചറിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസം കൊണ്ട്. കാര്യം അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഒരു ഷേപ്പുകൾ ഓരോന്നും നമ്മുടെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഷേപ്പ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാര്യം ഇപ്പോൾ ഒരുപാട് ടെക്നോളജി അവൈലബിളാണ്. നമുക്ക് പല തരത്തിലുള്ള രൂപങ്ങളിലേക്കൊക്കെ ഒരു വീടിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജികൾ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ ഇവോൾവ് ഇപ്പം നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളെ തെറ്റിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് വലിയ കാര്യം. ഇപ്പോൾ പദങ്ങളൊക്കെ തിരിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് ഗേറ്റും ഡോറും ഒന്നും കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കഴിയുന്നതും ഈ രണ്ട് പ്രിൻസിപ്പിൾ, നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഓപ്പണിങ്സിന് ഫോക്കസ് കൊടുക്കുക, സൗത്ത് വെസ്റ്റിലേക്കുള്ള ഓപ്പണിങ്സിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.